പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഹലാലായ മുറാദുകൾ ഹാസിലാകണോ? നമ്മുടെ ആഗ്രഹങ്ങളുണ്ട്. അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും എതിർക്കാത്ത ആഗ്രഹങ്ങളാണ്. ശുദ്ധമാക്കപ്പെട്ട ദീനിൽ എതിരാകാത്ത ഒരാഗ്രഹം നമ്മുടെ മനസ്സിൻ്റെ ഉള്ളറകളിലുണ്ട് എങ്കിൽ ആ ആഗ്രഹത്തെ ചോദിക്കേണ്ടത് റബ്ബിനോടാണ്. ചോദിക്കാനൊരു രീതിയുണ്ട്, ചോദിക്കേണ്ട ഒരു സന്ദർഭമുണ്ട്. ചോദിക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ചൊല്ലേണ്ടതായ ഒരു ചെറിയ ദിക്റുണ്ട്, അതിൻ്റെ എണ്ണമുണ്ട്. ഇൻഷാ അല്ലാഹ് ഏതാണെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ പഠിച്ചാലോ? ഉസ്താദെ, കടമാണ്, കടം കൊണ്ട് വലഞ്ഞിരിക്കുകയാണ്, കടം കൊണ്ട് വേദനിച്ചിരിക്കുകയാണ്, ലക്ഷങ്ങളും കോടികളും രൂപ കടമുണ്ട് ഉസ്താദെ എന്ന് പറയുന്നവരോട് കടങ്ങൾ തീർത്തു തരുന്ന പുണ്യമാക്കപ്പെട്ട അള്ളാഹുവിൻ്റെ ഒരു ഇസ്മുണ്ട്. ഇതിനോടൊപ്പം ചേർത്ത് പറയാനുള്ളത്, ജോലിയുള്ള ആളായിരിക്കണം, അള്ളാഹുവിൽ വിശ്വാസമുള്ള ആളായിരിക്കണം. ഇത് പറയുന്നത് മുഅ്മിനീങ്ങളോടാണ്, മുസ്ലിമീങ്ങളോടാണ്. പേരിൽ മാത്രം മുസ്ലിമായ ആളുകളോടല്ല, ഹൃദയത്തിൽ ഈമാൻ കൊണ്ട് പേറി നടക്കുന്ന മുസ്ലിമിനോട് പഠിപ്പിച്ചവരാണ്. അള്ളാഹുവിൻ്റെ അസ്മാഉകളിൽ വിശ്വാസമുള്ള മുസ്ലിമീങ്ങളോട് പറയട്ടെ, കടങ്ങൾ തീർത്ത് പ്രയാസങ്ങൾ തീർത്തു തരാനുള്ള സുന്ദരമായൊരു ഇസ്മ ഇൻഷാ അള്ളാഹ് എത്ര പ്രാവശ്യം ചൊല്ലണമെന്നും എപ്പോൾ ചൊല്ലണമെന്നും ഇൻഷാ അള്ളാഹ് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നുണ്ട്. പാപങ്ങളിൽ നിന്ന് മാറി നിൽക്കണമെന്ന് ആഗ്രഹമുണ്ട്. എല്ലാ ഷർറുകൾ, ശൈത്വാനിയായ കണ്ണേർ, സിഹർ, രോഗങ്ങളടക്കമുള്ള സകല കാര്യങ്ങളിൽ നിന്നും മാറി നിൽക്കണമെന്ന് ആഗ്രഹമുണ്ടോ പ്രിയപ്പെട്ടവരെ? അതിനും ഒരു ഇസ്മ പഠിപ്പിച്ചു തരുന്നുണ്ട്. ഏതൊക്കെയാണെന്ന് ഇൻഷാ അള്ളാഹ് ഈ വീഡിയോയിലൂടെ നമുക്ക് പഠിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അതിനായി എപ്പോഴും റബ്ബിനോട് ദുആ ചെയ്യുന്നു. മഹാനായ ഇമാം യൂസുഫ് നബ്ഹാനി റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തി വച്ചിരിക്കുന്നതായി നമുക്ക് കാണാം. ഏതെങ്കിലും ഒരാൾക്കൊരു ആഗ്രഹമുണ്ട് എങ്കിൽ, നടന്നു കിട്ടണമെന്ന് ആവശ്യമുള്ള ആളുകളുണ്ട് എങ്കിൽ, മുറാദുകൾ ഹാസിലായി കിട്ടണമെന്ന് ആഗ്രഹമുള്ള ആളുകൾ ആരെങ്കിലും ഉണ്ട് എങ്കിൽ അവർക്ക് ഉപകാരപ്പെടുന്ന സുന്ദരമായ ഒരു ഇസ്മ പഠിപ്പിച്ചു തരികയാണ് മഹാനവറുകൾ ഇമാം യൂസുഫ് നബ്ഹാനി റഹ്മത്തുള്ളാഹി അലൈഹി. മഹാനവറുകൾ പറയുന്നുണ്ട്, ആർക്കെങ്കിലും ഒരു ആഗ്രഹമുണ്ട് എങ്കിൽ, അള്ളാഹുവിൽ ഹലാലായ അങ്ങനെയുള്ള മുറാദുകൾ ഹാസിലാക്കി കിട്ടണമെന്ന് ആഗ്രഹമുള്ള ആവശ്യമുള്ള ആരെങ്കിലും ഉണ്ട് എങ്കിൽ, പ്രിയപ്പെട്ടവരെ, തഹജ്ജുദ് നമസ്കാരം ഉണ്ടല്ലോ, വളരെയേറെ പുണ്യമാക്കപ്പെട്ട നമസ്കാരമാണ് തഹജ്ജുദ് നമസ്കാരം. അള്ളാഹു അത് എനിക്കും നിങ്ങൾക്കും നിറവേറ്റാൻ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ തഹജ്ജുദ് നമസ്കാരം ജീവിതത്തിൽ എന്നെന്നും നിലനിർത്താൻ നമുക്ക് ഓരോരുത്തർക്കും അള്ളാഹു ഭാഗ്യം തരട്ടെ. ആ തഹജ്ജുദ് നമസ്കാരത്തിന് ശേഷം 501 പ്രാവശ്യം യാ അർഹമർ റഹീമീൻ എന്ന് പറയുന്ന സുന്ദരമായ ഒരു ഇസ്മുണ്ട്. യാ അർഹമർ റഹീമീൻ, യാ അർഹമർ റഹീമീൻ, യാ അർഹമർ റഹീമീൻ എന്ന് പറയുന്ന സുന്ദരമായൊരു ഇസ്മ 501 പ്രാവശ്യം നിർത്താതെ, ഇടയിൽ സംസാരിക്കാതെ, മറ്റു കാര്യങ്ങളിൽ ഏർപ്പെടാതെ ഈ സുന്ദരമായൊരു ഇസ്മ ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മുടെ ആഗ്രഹങ്ങൾ ഏതായാലും സാധിക്കും. നമ്മുടെ ഹലാലായ ഏത് മുറാദും അള്ളാഹു ഹാസിലാക്കി തരും. നമ്മുടെ വിഷമങ്ങൾ അള്ളാഹു നീക്കിത്തരും. ഇതിനുശേഷം റബ്ബിനോട് എന്ത് ചോദിച്ചാലും അള്ളാഹു തആല തരുന്നതാണ്. പഠിച്ചല്ലോ, അൽഹംദുലില്ലാഹ്. അതുപോലെ തന്നെ പല ആളുകളും പറയാറുണ്ട്, ഉസ്താദെ കടമാണ്, ഉസ്താദെ വിഷമമാണ്, വേദനയാണ്, കടം കൊണ്ട് കടക്കെണിയിൽ പെട്ടുപോയി വല്ലാത്ത ഒരവസ്ഥയിലാണ് ഉസ്താദെ. ഇത് പറയുമ്പോൾ പല ആളുകളും ഇന്നത്തെ കാലഘട്ടത്തിൽ കളിയാക്കിക്കൊണ്ട് പല രൂപങ്ങളിലും പറയുന്നുണ്ട്, ഇതുപോലുള്ള ദിക്റുകൾ ചൊല്ലിക്കൊണ്ടിരുന്നാൽ കടം തീരുമോ ഉസ്താദെ എന്ന് കളിയാക്കിക്കൊണ്ട് ചോദിക്കുന്നുണ്ട്. അള്ളാഹുവിൽ വിശ്വാസമുണ്ടോ പ്രിയപ്പെട്ടവരെ? അള്ളാഹുവിൽ വിശ്വാസമുണ്ടോ? റബ്ബ് തആല അത്ഭുതങ്ങൾ ജീവിതത്തിൽ കാണിച്ചു തരും, ഉറപ്പാണ്. ഇത് വെറും വാക്ക് പറയുന്നതല്ല. ഏതാണ് ആ ഇസ്മെന്ന് നമുക്ക് പഠിക്കാം. യാ ബാരിഉ യാ അല്ലാഹ്, യാ ബാരിഉ യാ അല്ലാഹ്, യാ ബാരിഉ യാ അല്ലാഹ്. എല്ലാ ദിവസവും മഗ്രിബ് നമസ്കാരത്തിന് ശേഷം ഇൻഷാ അല്ലാഹ് ഈ ഇസ്മ ധാരാളമായി എത്ര പ്രാവശ്യം പറയാൻ പറ്റുമോ, എത്ര പ്രാവശ്യം പറയാൻ പറ്റുമോ, ഇഖ്ലാസോട് കൂടി നിന്ന് യാ ബാരിഉ യാ അല്ലാഹ്, യാ ബാരിഉ യാ അല്ലാഹ് എന്ന ഇസ്മിനെ ഇങ്ങനെ മുറുകെ പിടിച്ച് ധാരാളമായി പറയുക.
ഉറപ്പാണ്. നമ്മുടെ കടങ്ങൾ, നമ്മുടെ വിഷമങ്ങൾ, നമ്മുടെ വേദനകൾ അള്ളാഹു മാറ്റിത്തരും. കടത്തിലൂടെ നമ്മൾ അനുഭവിക്കുന്ന മാനസികമായ പിരിമുറുക്കങ്ങളുണ്ട്, നമുക്കറിയാവുന്ന കാര്യമാണത്. കടക്കാരിലെ അവസ്ഥകൾ നമുക്കറിയുന്ന വിഷയം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആത്മാർത്ഥതയോടുകൂടി പറഞ്ഞു തരികയാണ്, യാ ബാരി ഉയ അള്ളാഹ്. മറന്നു പോകണ്ട, ജീവിതത്തിൽ പഠിച്ചു വെച്ചോട്, ഉപകാരപ്പെടും. മൂന്നാമത്തെ ഒരു കാര്യം, പാപങ്ങളിൽ നിന്ന്, നമ്മുടെ ജീവിതത്തിൽ നിന്ന് പാപങ്ങളെ മാറ്റി നിർത്താൻ. എല്ലാ ഷർറുകളും, പൈശാചികമായ സകല കണ്ണേറടക്കം, സിഹ്റടക്കം, രോഗങ്ങളടക്കം, നമ്മുടെ ശാരീരികമായ മാനസികമായ ബുദ്ധിമുട്ടുകളടക്കം എല്ലാം മാറിക്കിട്ടാൻ കാരണമാകുന്ന പുണ്യമാക്കപ്പെട്ട ഒരു ഇസ്മ ദിവസവും 101 പ്രാവശ്യം ചൊല്ലിക്കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ്. പല ആളുകളും പറയാറുണ്ട്, ഉസ്താദെ ജീവിതത്തിൽ കണ്ണീർ കൊണ്ട് വഴിമുട്ടിക്കിടക്കാണ്, സിഹർ കൊണ്ട്, രോഗങ്ങൾ കൊണ്ട് രോഗശയ്യയിലാണ് ഉസ്താദെ, എഴുന്നേക്കാൻ പറ്റണില്ല, എന്നും രോഗമാണ്. പക്ഷേ ഡോക്ടർമാര് കൊണ്ടുപോയി കാണിച്ച് ടെസ്റ്റ് ചെയ്യുന്ന സാഹചര്യത്തിൽ അതിലെനിക്കൊരു അസുഖവും ഇല്ലാത്തതായിട്ടാണ് കാണിക്കുന്നത്. ഇങ്ങനെ അടങ്ങുന്ന പല അനുഭവങ്ങളും പറയാറുള്ള ഒരുപാട് ഉമ്മമാര്, സഹോദരിമാര്, സഹോദരങ്ങൾ, ഉപ്പമാര് എൻ്റെ ശബ്ദം ശ്രവിക്കാൻ. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു തരികയാണ്, പ്രിയപ്പെട്ടവരെ, ഇതുപോലുള്ള സകല ഷർറുകളിൽ നിന്ന്, അത് ശൈത്വാനിൻ്റെ ഷർറാണെന്ന് എപ്പോഴും ചിന്ത വേണം. സകല ഷർറുകളിൽ നിന്നും നമുക്ക് സംരക്ഷണം ലഭിക്കണോ പ്രിയപ്പെട്ടവരെ, ദിവസവും, എല്ലാ ദിവസവും മുടങ്ങാതെ 101 പ്രാവശ്യം യാ മജീദു യാ അല്ലാഹ്, യാ മജീദു യാ അല്ലാഹ്, യാ മജീദു യാ അല്ലാഹ്, യാ മജീദു യാ അല്ലാഹ് എന്ന ഈ പുണ്യമാക്കപ്പെട്ട ഇസ്മ 101 പ്രാവശ്യം ചൊല്ലുക. അത്ഭുതങ്ങൾ കാണാം പ്രിയപ്പെട്ടവരെ, അത്ഭുതങ്ങൾ കാണാം. അള്ളാഹു ജീവിതത്തിൽ, നമ്മുടെ ഒക്കെയും ജീവിതത്തിൽ അത്ഭുതങ്ങൾ കൊണ്ടുവരാനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ ആദ്യം പറഞ്ഞത് ആഗ്രഹ സഫലീകരണത്തിന് യാ അർഹമർ റഹീമീൻ തഹജ്ജുദ് നമസ്കാരത്തിന് ശേഷം 501 പ്രാവശ്യം ചൊല്ലിയിട്ട് ദുആ ചെയ്യാനാണ്. രണ്ടാമത് പറഞ്ഞത് കടങ്ങൾ തീരാനുള്ള ഇസ്മി യാ ബാരി യാ അല്ലാഹ്, പ്രയാസങ്ങൾ തീർക്കാനുള്ള ഇസ്മി യാ ബാരി യാ അല്ലാഹ്, നമ്മുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ യാ ബാരി യാ അല്ലാഹ്, യാ ബാരി യാ അല്ലാഹ്. പുണ്യമാക്കപ്പെട്ട ഇസ്മാണ് പ്രിയപ്പെട്ടവർ. അതുപോലെ പാപങ്ങളിൽ നിന്ന് ജീവിതത്തെ വിട്ടു നിർത്താൻ, ജീവിതത്തിൽ പാപം ചെയ്യാൻ ഇടയുണ്ടാക്കുന്ന സാഹചര്യങ്ങളെ ഒഴിവാക്കാൻ, അതുപോലെ എല്ലാ ഷർറുകളിൽ നിന്നും, പൈശാചികതകളിൽ നിന്നും, കണ്ണേറടക്കം, സിഹറടക്കം, രോഗങ്ങളടക്കം അതൊക്കെയും മാറ്റാൻ യാ മജീദ് യാ അല്ലാഹ്. ഇതെടുത്തു പറയാനുള്ള കാരണം ഒന്നുകൂടി മനസ്സിലായിക്കൊള്ളട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അള്ളാഹു നമ്മളെല്ലാവരെയും ഖൈറിൻ്റെ അഹ്ലുകാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇട്ട വീഡിയോകളിൽ ഒരുപാട് ദുആ വസിയത്തുകൾ വന്നിട്ടുണ്ട്. അതുപോലെ വൈകുന്നേരങ്ങളിൽ നമ്മുടെ വീഡിയോ ഇൻഷാ അല്ലാഹ്, വൈകുന്നേരങ്ങളിൽ ഒരു ദിക്ർ ദുആ മജ്ലിസ്, ദിക്ർ ഖുർആൻ ഓതി മജ്ലിസ്, അങ്ങനെയുള്ള മജ്ലിസ് ഉണ്ട്. അതിനുശേഷം നമ്മളൊരു ചെറിയ ദുആ ചെയ്തിട്ടൊക്കെ പിരിയുന്ന ഒരു മജ്ലിസ് ഇൻഷാ അല്ലാഹ് നമ്മുടെ എല്ലാ ദിവസവും വൈകുന്നേരം ഒരു 6 മണിക്ക് ഇൻഷാ അല്ലാഹ് വരുന്നുണ്ട്. എല്ലാവരും ആ വീഡിയോയും ഇൻഷാ അല്ലാഹ് പങ്കെടുക്കുക, ആ മജ്ലിസിൽ പങ്കെടുക്കുക, ദുആയിൽ പങ്കെടുക്കുക. അള്ളാഹു നമ്മളെല്ലാവരെയും ഖൈറിൻ്റെ അഹ്ലുകാരിൽ ഉൾപ്പെടുത്തട്ടെ. നിങ്ങളുടെ കമൻറ്റ് സെക്ഷനുകളിൽ ദുആ വസിയത്തുകൾ അറിയിക്കുക. വസിയത്തുകൾ അറിയിക്കുന്ന ഓരോരുത്തരെയും ഇൻഷാ അല്ലാഹ് നമ്മൾ വസിയത്തുകൾ പറഞ്ഞ് ദുആ ചെയ്യുന്നതായിരിക്കും. അവരുടെ ആഗ്രഹങ്ങൾ മാറ്റുവാൻ, അവരുടെ ആഗ്രഹങ്ങൾ നടത്തിക്കിട്ടുവാൻ, അവരുടെ വേദനകൾ മാറ്റിക്കിട്ടുവാൻ ഒക്കെ നമ്മൾ പ്രത്യേകം പറഞ്ഞ് ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്നതാണ്, ദുആ ചെയ്യുന്നതാണ് ഉറപ്പായിട്ടും. അള്ളാഹു നമ്മളെല്ലാവരെയും ഖൈറിൻ്റെ അഹ്ലുകാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅവതി അനിൽ ഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.